പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനവകുലത്തിന് വീണ്ടും മറ്റൊരു ചരിത്ര നിമിഷമായിരുന്നു 2026 ഏപ്രിൽ 11. അന്നായിരുന്നു നാസയുടെ ആർട്ടിമസ് 2 ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കി 4 ബഹിരാകാശ സഞ്ചാരികളുമായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തിയത്. 50 വർഷത്തിന് ശേഷം മനുഷ്യനെ ചന്ദ്രൻ്റെ സമീപത്ത് എത്തിച്ച ഈ ദൗത്യം ആർട്ടിമസ് 3 ചന്ദ്രനിൽ ഇറങ്ങുന്നതിനുള്ള നാഴികക്കല്ലായിട്ട് മാറി. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന ലക്ഷ്യം പേറിയാണ് നാസ ആർട്ടിമസ് 2 ദൗത്യം പ്രഖ്യാപിച്ചത്. അതിന് നാഴികക്കല്ലാകുന്ന ദൗത്യമായിരുന്നു ആർട്ടിമസിൻ്റെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിക്ഷേപണം. ഏപ്രിൽ 2 വിക്ഷേപിച്ച ആർട്ടിമസ് 2 ദൗത്യമൊടുവിൽ വിജയകരമായിട്ട് പൂർത്തിയായി. 10 ദിവസം നീണ്ട ദൗത്യത്തിൽ ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രനെ വലം വെച്ച് 4 സംഘമായിട്ട് ഓറിയോൺ പേടകം സുരക്ഷിതമായിട്ട് പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങുകയായിരുന്നു. ഇനിയുള്ള വർഷങ്ങളിലായി നടക്കാനിരിക്കുന്ന വിവിധ ആർട്ടിമസ് ദൗത്യങ്ങളിലെ ആദ്യ ചവിട്ടുപടിയെന്ന് വേണം ഈ ദൗത്യത്തെ വിശേഷിപ്പിക്കാൻ. പുതിയ സാങ്കേതിക വിദ്യകളുമായിട്ട് ഒരുക്കിയ പുതിയ പേടകം മനുഷ്യ വഹിച്ചുള്ള ചന്ദ്ര ദൗത്യങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമാണെന്നും അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും അതുപോലെ ഭാവി ദൗത്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാനും കൃത്യമായ മാർഗരേഖ തയ്യാറാക്കുവാനും സഞ്ചാരികൾ സ്വീകരിക്കേണ്ട ആരോഗ്യ മുൻകരുതലുകൾ ഉറപ്പുവരുത്തുവാനും നൂതനമായിട്ടുള്ള ആശയവിനിമയ സാങ്കേതികവിദ്യകൾ പഠിക്കാനുമൊക്കെയാണ് ആർട്ടിമസ് 2 ദൗത്യം ഉദ്ദേശിച്ചിരുന്നത്. ഈ ദൗത്യങ്ങൾ ഫലപ്രദമായിട്ട് പൂർത്തിയാക്കുവാൻ ദൗത്യ സംഘത്തിന് സാധിച്ചു. അങ്ങനെ വലിയൊരു മുന്നേറ്റമാണ് ശാസ്ത്രലോകം ആർട്ടിമസ് 2 ദൗത്യത്തിലൂടെ കൈവരിച്ചിരിക്കുന്നത്. നിരവധി സാധ്യതകളാണ് ഈ ദൗത്യയാത്ര മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ഇന്നത്തെ വചനഭാഗത്ത് കാണാൻ സാധിക്കുക, മേൽ സൂചിപ്പിച്ച ദൗത്യ യാത്രയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ദൗത്യ യാത്രയാണ്. നിരവധി സാധ്യതകളേക്കാൾ ഉപരിയായിട്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ യാത്രയുടെ സവിശേഷത. ആർട്ടിമസ് 2 ദൗത്യ യാത്ര മാനവകുലത്തിന് ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു. എന്നാൽ വചനഭാഗത്ത് നമ്മൾ കാണുന്ന എമ്മൗസ് യാത്ര മാനവകുലത്തിന് രക്ഷ നൽകുന്ന യാത്രയാണ്. ഇതൊരു സാധാരണ യാത്രയല്ല. ഇത് നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കുള്ള യാത്രയാണ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അവസ്ഥയിൽ നിന്നും അവനെ അനുഭവിക്കുന്ന അവസ്ഥയിലേക്കുള്ള യാത്രയാണ്. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന യാത്രയാണ്. നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കുള്ള യാത്ര എന്ന് പറയാൻ കാരണം ഈ യാത്രയുടെ അവസാനം അവർ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കാണ് കടന്നു വരുന്നത്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന യേശുവിൻ്റെ മരണത്തിന് ശേഷം അപ്പോസ്തലന്മാർ ഭയത്തിലും നിരാശയിലുമായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജെറുസലേമിൽ നിന്നും എമൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ. ലൂക്ക 24:13 നമ്മൾ വായിക്കുന്നു, ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്നും ഏകദേശം 60 സ്ഥാദിയോൻ അകലെയുള്ള എമോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. നിരാശയിലേക്ക് കൂപ്പുകുത്തിയ ശിഷ്യന്മാർ, യേശുവിനെ നഷ്ടപ്പെട്ട ശിഷ്യന്മാർ എല്ലാം നഷ്ടപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ. കാരണം അവരുടെ പ്രതീക്ഷകൾ തകർന്നു. യേശു ക്രൂശിക്കപ്പെട്ടു. അവരുടെ സ്വപ്നങ്ങൾ അവസാനിച്ചു. അവരുടെ വാക്കുകളിൽ ഇത് വളരെ വ്യക്തമാണ്. ലൂക്ക 24:21 നമ്മൾ വായിക്കുന്നു, ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചത് 3-ാം ദിവസമാണ്. ഇത് നിരാശയുടെ വാക്കുകളാണ്. എന്നാൽ നിരാശയുടെ യാത്ര പിന്നീട് നമ്മൾ കാണുന്നു പ്രത്യാശയുടെ യാത്രയായിട്ട് മാറുകയാണ്. വലിയ സാക്ഷ്യത്തിൻ്റെ യാത്രയായിട്ട് മാറുന്നു. അതിന് ഉത്തമ തെളിവാണ് നമ്മൾ വചനത്തിൽ ലൂക്ക 24:33 വായിക്കുന്നത്. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടി ഉണ്ടായിരുന്ന 11 പേരെയും അവരൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു.
ഉടനെ എഴുന്നേറ്റുകൊണ്ടുള്ള അവരുടെ യാത്ര സൂചിപ്പിക്കുന്നത് അവർക്ക് കൈവന്ന പ്രത്യാശയാണ്. അങ്ങനെ നിരാശയിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക് അവർ ഉടനെ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ അവർക്ക് നിരാശയില്ല, മറിച്ച് സന്തോഷമാണ്. ഭയമില്ല, മറിച്ച് ധൈര്യമാണ്. തുടർന്ന് അവർ സാക്ഷികളായി മാറുകയാണ്. മൺമറിഞ്ഞു പോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി, ആൻ എൻകൗണ്ടർ വിത്ത് ദ റിസൺ ക്രൈസ്റ്റ് ട്രാൻസ്ഫോംസ് അസ് ഇൻറ്റു മിഷനറീസ്. യേശുവിനെ കണ്ടവർ മിണ്ടാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, എമൗസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരെ പോലെ ഇന്നും നമ്മുടെ ഇടയിൽ ഇതുപോലെ എമൗസ് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ, ജീവിതത്തിലെ പരാജയങ്ങൾ ഒന്നിനു പിന്നാലെ വേട്ടയാടുമ്പോൾ, ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടുമാറാതിരിക്കുമ്പോൾ, ക്ലേശങ്ങളും രോഗപീഠകളും നിരന്തരം നമ്മളെ പിന്തുടരുമ്പോൾ, ഇവയെല്ലാം നമ്മളെ എമൗസ് വഴിയിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ നാം നിരാശയിൽ മുങ്ങി? യേശുവിനെ തിരിച്ചറിയാതെ വിശ്വാസ ജീവിതത്തിൽ നിന്നും എത്ര തവണ പിന്മാറി? ഓർക്കുക, യേശു എന്നും ഇന്നും നമ്മുടെ ഒപ്പം നടക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ദുരിതങ്ങളിൽ, നമ്മുടെ സംശയങ്ങളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, ക്ലേശങ്ങളിൽ, രോഗപീഠകളിൽ ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ അവിടെ നിന്ന് നടക്കുന്നു, വളരെ അടുത്ത് നടക്കുന്നു. ഈശോ കൂടെ നടക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മെ ജെറുസലം യാത്രയിലേക്ക് നയിക്കുന്നു, പ്രത്യാശ പകർന്നുകൊണ്ട്. അങ്ങനെയുള്ള ഒരു ജെറുസലം യാത്രയ്ക്കാണ് വചനം ഇന്ന് ദിനം നമ്മളെ ക്ഷണിക്കുന്നത്. നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കുള്ള ഒരു യാത്ര, ഒരു ജെറുസലേം യാത്ര. ഈ ജെറുസലേം യാത്ര നമ്മൾ നടത്തേണ്ടത് 2 വീതികളിലൂടെയാണ്. വചനത്തിൻ്റെ വീതിയും വിശുദ്ധ കുർബാനയുടെ വീതിയും. ഈ 2 മാർഗങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഈശോ വിശുദ്ധ ഗ്രന്ഥം ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായിട്ട്. ലൂക്ക 25, 24, 25 മുതൽ 27 വരെ വചനത്തിൽ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചത്. ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. തുടർന്ന് നമ്മൾ കാണുന്നു അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. നമ്മൾ വീണ്ടും വചനത്തിൽ വായിച്ചു കേൾക്കുകയാണ്. ലൂക്ക 24, 32 മുതൽ 33 വരെ വചനത്തിൽ അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? തിരുവചനം അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. യേശു അവരുടെ കൂടെ നടന്ന് വചനങ്ങൾ വിശദീകരിച്ചപ്പോൾ ദൈവവചനം അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു. അവർ ജീവിതത്തിൽ നിന്നും വെളിച്ചം നൽകി, ദർശനം നൽകി, വിശ്വാസത്തിന് തെളിമ നൽകി. മാത്രമല്ല, അവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. മോശയും പ്രവാചകന്മാരെയും കുറിച്ചും രക്ഷയുടെ പദ്ധതികളെക്കുറിച്ചും ക്രൂശിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അവർക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. വചനം വായിച്ചാൽ, വചനം ധ്യാനിച്ചാൽ. ഞാൻ എന്നും വചനം ഒരു അധ്യായം വായിക്കാറുണ്ട്. എന്നും വചനം വായിക്കുന്നത് ഒരു ബലമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. എൻ്റെ ചേച്ചി ഒരിക്കൽ പറയുണ്ടായി, ഓരോ തവണ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം കൂടുതലായിട്ട് വചനത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നു, ശാരീരികമായിട്ടുള്ള സൗഖ്യം നൽകുന്നു, വിടുതൽ നൽകുന്നു, ജീവിതത്തിൽ ഉയർച്ച നൽകുന്നു. തീർച്ചയായിട്ടും പലരുടെ അനുഭവങ്ങൾ അങ്ങനെയായിരിക്കും. ഓർക്കാം വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകൾ, ഇഗ്നോറൻസ് ഓഫ് സ്ക്രിപ്ചർ ഇസ് ഇഗ്നോറൻസ് ഓഫ് ക്രൈസ്റ്റ്. അതായത് വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. വിശുദ്ധ കുർബാനയുടെ 2 ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗം വചനത്തിൻ്റെതാണ്. വചനത്തിൻ്റെ മേശ എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൻ്റെ സമയത്ത് വൈദികൻ വചനത്തെ ധൂപിക്കുന്നതും വചനത്തോടുള്ള ആദരവ് സൂചകമായി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതും. വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വചനത്തിൻ്റെ മേശയുടെ ഭാഗം. പക്ഷെ പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ കുർബാനയുടെ വായനകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ചിലരാകട്ടെ അച്ഛൻ്റെ പ്രസംഗം അത് ബോറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം കഴിഞ്ഞ് മാത്രം പള്ളിയിൽ കയറുന്നു. പക്ഷേ ഇതുവഴി നഷ്ടപ്പെടുന്നത്
ദൈവത്തെ തന്നെയാണ്, അവിടുത്തെ സാന്നിധ്യത്തെ തന്നെയാണ്, അവിടുന്ന് വചനത്തിലൂടെ നൽകുന്ന കൃപകളൊക്കെയാണ്. വിശുദ്ധ കുർബാനയുടെ വീതിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്നു, ലൂക്ക 24:30 മുതൽ 31 വരെയുള്ള വചനത്തിൽ. അവരോടൊപ്പം ഭക്ഷണം തിന്നുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ അപ്പം മുറിച്ചപ്പോഴാണ് അവിടുത്തെ തിരിച്ചറിഞ്ഞത്. ഈ സത്യമാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, ഇൻ ദ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ദ ഫെയ്ത്ത്ഫുൾ റെക്കഗ്നൈസ് ക്രൈസ്റ്റ്. അപ്പം മുറിക്കുമ്പോൾ വിശ്വാസികൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ്. ഓർക്കുക, വചനത്തിലൂടെ ക്രിസ്തു സംസാരിക്കുന്നു, വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു സന്നിഹിതനാകുന്നു. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം അവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന വേളയാണ് ഓരോ ബലിയും. ആയതിനാൽ ഓരോ ബലിയിലും ഏറ്റവും ഭയഭക്തിയോടെ പങ്കെടുക്കുവാൻ നാം പരിശ്രമിക്കണം. അപ്പം മുറിച്ചപ്പോൾ ഈശോ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരെ പോലെ ഓരോ അപ്പം മുറികളിലും അവിടുത്തെ തിരിച്ചറിയുവാനും അവിടുത്തെ മുറിച്ച് നൽകിയ പോലെ എന്നും മുറിക്കപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ മാത്രമാണ് നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയും പൂർണ്ണമാവുകയുള്ളൂ. കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി മുറിച്ച് നൽകണം. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മുറിച്ച് നൽകണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മുറിച്ച് നൽകണം. നമ്മുടെ സമൂഹത്തിൽ, ജോലി സ്ഥലത്ത്, ഇടവകയിൽ അങ്ങനെ മുറിയപ്പെടുമ്പോൾ നമ്മുടെ ബലി പൂർത്തിയാകും. ഇന്ന് ദിനം വചനം നമ്മളെ ക്ഷണിക്കുന്നു ഒരു ജെറുസലേം യാത്രയ്ക്ക് വേണ്ടി, നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് യാത്ര ചെയ്യുവാൻ. എന്നും വചനം വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വെളിച്ചം ലഭിക്കുവാൻ, ദർശനം ലഭിക്കുവാൻ, വിശ്വാസത്തിന് തെളിമ കിട്ടുവാൻ, വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ഭയഭക്തിയോടെ പങ്കെടുക്കുവാനും ശിഷ്യന്മാരെ പോലെ ഓരോ അപ്പം മുറിക്കലിലും അവിടുത്തെ തിരിച്ചറിയുവാനും അവിടുന്ന് മുറിച്ച് നൽകിയ പോലെ എന്നും മുറിക്കപ്പെടുവാനും നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.